അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അവസാനിപ്പിച്ചത്. ഒരു അണ്ണോൺ മാങ്ങ, പേരറിയാത്ത മാങ്ങ കാണിച്ചിരുന്നു. അപ്പോൾ അതിലൊരു മാങ്ങ അന്ന് നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു നല്ലൊരു കസ്റ്റമറും ഉണ്ട്. കാരണം പാലക്കാട്ടേക്ക് ഏകദേശം ഒരു 3 ലോഡ് ശ്രീധർ പത്മനാഭൻ സാറ്. അപ്പോൾ ഇന്ന് പുള്ളിക്ക് വലിയ 2 ലോഡിന് കൂടെ വേണ്ടിയിട്ട് പുള്ളി വന്നിട്ടുണ്ട്. ഹെവി പ്ലാന്റുകളാണ് പുള്ളിൻ്റെ സെലക്ഷൻ. ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ അറിയാൻ മനസ്സിലാവും. ഇവിടെ ഇങ്ങനെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ മാങ്ങ നമുക്ക് റിവ്യൂ ചെയ്യുക. പിന്നെ അതുകൂടാതെ നമ്മൾ ബനാന മാംഗോ, പിന്നെ കുറച്ച് പ്ലാന്റുകൾ കൂടെ നിങ്ങളൊന്ന് കാണിച്ചത്. ഇത് നമ്മളെ സാർ പേരും മറന്നു, ശ്രീധർ പത്മനാഭൻ. നമ്മൾ പാലക്കാട് നമ്മൾ ഇടയ്ക്കൊക്കെ വീഡിയോ കാണിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിന്നൊരു പുതിയ മാങ്ങ, ഞാൻ അൺനോൺ മാങ്ങ ആണ്, പേരറിയില്ല എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിന് പുള്ളി എത്തിയ സമയത്ത് തന്നെ അത് പഴുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ റിവ്യൂ. പേര് നമുക്ക് പിന്നെ ഇടാം, പേരെന്തെങ്കിലുമൊക്കെ ഒരു പേരിടാം നമുക്ക്. മാങ്ങ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അമ്മ, ഇത് ഇത്ര അമ്മയാണ്. സ്കിന്ന് ഒഴിവാക്കി കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട് രുചി, എന്താണ് മധുരം? ഞാനും കഴിച്ചു നോക്കട്ടെ. മധുരം കുറച്ചുകൂടി വരാണ്ട്. ഇത് ഓൾറെഡി വീണ് താഴെ കിടന്നാണ്. ഏകദേശം ഒരു 6 വീട്ടോടെ ഇത് വരുന്നുണ്ട്. വീണിട്ട് കേട് നിൽക്കണം. ആ വീണ ഭാഗേ താഴെ വീണ ആ ഭാഗം കേട് വരും. സെൻഡലോൺ എന്ന് പറഞ്ഞ മാങ്ങനെ, സൈൻഡലോൺ അങ്ങനെ പറയാം അല്ലേ? SEIN സെൻഡലോൺ. ഇത് നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് വീഡിയോ ചെയ്തിരുന്നു. അത് കുറച്ച് ഓവർ പൈപ്പായിരുന്നു. അതെന്തായാലും സാറ് കൊണ്ടുപോയ മാങ്ങയാണ്. എങ്ങനെയുണ്ട് സെൻഡലോൺ? മധുരത്തിന്റെ കാര്യത്തിൽ മറ്റേ ലെമൺ സെസ്റ്റ് ആണ്. ഹൈ ഷുഗർ അല്ലേ? അടിപൊളിയല്ല? നമുക്ക് ഓരോ മാങ്ങയായിട്ട് ഇങ്ങനെ നോക്കട്ടോ. ആദ്യം നമ്മളെ ബനാന മാംഗോ ആണ്. ഇപ്പോൾ ബനാന മാംഗോ നമ്മളെ വീട്ടിൽ വന്ന ഗസ്റ്റുകൾ ഒക്കെ റിവ്യൂ ചെയ്തത് ഉണ്ട്, ഞാൻ കാണിക്കാം. ബനാന മാംഗോൻ്റെ ഒരു നല്ലൊരു പ്ലാന്റാണ്. ഇപ്പോൾ ഏറ്റവും സെൻറ്ററിൽ കൂടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങയാണ് ബനാന മാംഗോൻ്റെ. അതൊക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്തതാണ്. ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല. വീണ ഭാഗം ചെറിയൊരു ഇതുണ്ട്. അടിപൊളി മാങ്ങയാണ്. നമുക്ക് ഒരുപാട് വെറൈറ്റികളുള്ളതുകൊണ്ട് ഏകദേശമൊക്കെ ഒരേ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. മാങ്ങ തന്നെ ഒരു രക്ഷയില്ലാത്ത മാങ്ങയാണ്. ഒരു രക്ഷയില്ലാത്ത മാങ്ങയാണ് ബനാന മാംഗോ. നല്ല ഒരു ഫ്ലേവറും ഉണ്ട്, അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട്. ഒരു 18-20 TSC വാല്യൂ കിട്ടുന്നൊരു മാങ്ങയാണ്. സൂപ്പർ മാങ്ങയാണ് ബനാന മാംഗോ. ഇത് നമ്മളെ ബനാന മാംഗോ നന്നായിട്ട് കായ് പിടിക്കുന്നൊരു വെറൈറ്റിയാണ് ബനാന മാംഗോ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത മാങ്ങയാണിത്. ബനാന മാംഗോൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. അതിൻ്റെ ഹെവി പ്ലാന്റുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇതൊക്കെ അതിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. അതിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ കടവണ്ണം കണ്ടല്ലോ നിങ്ങൾക്ക് നോക്കിയാൽ. ഇതൊക്കെ ബനാന മാംഗോൻ്റെ ഹെവി പ്ലാന്റുകൾ കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. കാരണം അത് ഒരു അടുത്ത വർഷത്തേക്കുള്ളൊരു പ്രിപ്പറേഷനാണ്. ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കനോപ്പി വലുതായാലും വണ്ടിയിൽ സ്പേസ് ഒരുപാട് പോകും. അത് കാരണമൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ബനാന മാംഗോ ആണ്. ഇരിക്കണതൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം. കണ്ടല്ലോ, ഇതൊക്കെ ബനാന മാംഗോ ആണ്. അത് കാറ്റിമൂൺ മാംഗോ ആണ്. അത് അപ്പോൾ ഇത് എന്തിനാണ് അങ്ങനെ കട്ട് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഹെവി പ്ലാന്റുകളെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച ഹെവി പ്ലാന്റുകളാണ് ബനാന മാംഗോൻ്റെ
അപ്പോൾ കട്ട് ചെയ്ത് പുതിയ വന്ന കമ്പുമ്മലൊന്നും വന്നിട്ടില്ല. ആദ്യം ഉണ്ടായിരുന്ന 1-2 ചെറിയ കമ്പുമ്മ മാത്രമാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളെ ഇന്ത്യൻ മുസമ്പിൻ്റെ ഒരു മീഡിയം പ്ലാന്റുകളാണ്. അപ്പോൾ ഞാനത് ലോഡ് വരുന്ന സമയത്ത് കാണിച്ചിരുന്നു. ചെറിയ തൈകളായിരുന്നു. ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് അത് ഫ്ലവർ ചെയ്ത് കായായി. എല്ലാത്തിന്മേലും ഫ്രൂട്ട് പിടിച്ചു എന്നുള്ളതാണ്. എല്ലാ ചെടിയുമ്മലും നമ്മളെ നാട്ടിൽ നിന്ന് പൂത്ത് ഫ്രൂട്ടായി എന്നുള്ളതാണ്. നമ്മൾ ഡിസംബർ ജനുവരിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ചെറിയ തൈയായിരുന്നു. അപ്പോൾ എല്ലാത്തിന്മേലും ഫ്രൂട്ടായി. ഒരൊറ്റ ചെടി പോലും ഇല്ല ഫ്രൂട്ടില്ലാത്ത ഇന്ത്യൻ മുസമ്പിൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. വീണ്ടും ബനാന മാംഗോൻ്റെ വലിയൊരു കളക്ഷനാണ്. ബനാന മാംഗോ ഫുള്ള് ഇത് ഓൾറെഡി നമ്മൾ പാലക്കാട്ടേരെടുത്ത് ജംബൂറ എന്ന് പറഞ്ഞ മാങ്ങാണ്. ജംബൂറ കൽപ്പറ്റൊക്കെ ഒന്ന് സാധനം കൊണ്ടുപോയ ടീമാണ്. ഇത് ബനാന മാംഗോ ആണ്. അപ്പോൾ അവരൊന്ന് നമ്മൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ബനാന? അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഞങ്ങൾ മുറിക്കൽ കഴിഞ്ഞില്ലേ? നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് സുധി. സുധി. കൽപ്പറ്റ ചൊയിലേക്ക് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ട് നോക്കിയാൽ. അത് ശരിക്കും ഇങ്ങനെ ബനാന പീൽ ചെയ്യണ മാതിരി കഴിക്കണം. പീൽ ചെയ്ത് കഴിക്കണം. ബനാന നല്ല മധുരമുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഒരു എന്തെങ്കിലും വ്യത്യാസം സാധാ മാങ്ങ കഴിക്കണതിനെക്കാട്ടിയും എന്തെങ്കിലും ബെറ്റർ? എന്നാൽ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പുണ്ട് കുറച്ച്. അതിൻ്റെ ഒരു കുറച്ച് തണുപ്പ് പോയതിൻ്റെ ശേഷം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നേരെ തണുപ്പിൽ കഴിക്കണം. എൻ്റെ അണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തന്നാ. എൻ്റെ നിങ്ങളെ പേരെന്താ? അമ്മയാണോ? അമ്മയാണല്ലേ? സുജാത. നമ്മളെ ഏതായാലും പ്ലാന്റൊക്കെ ഒരു ലോഡ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ അങ്ങനെ ഒന്ന് വന്നതാണെന്ന് പറഞ്ഞു. ബനാന മാവിൻ്റെ നല്ല കുറച്ച് മീഡിയം പ്ലാന്റുകളാണ്. ബനാന മാവ് ഡ്രമ്മിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അതേപോലെ തന്നെ കാറ്റിമൂണിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. ഫുള്ള് മാങ്ങയുള്ള പ്ലാന്റാണ് കാറ്റിമൂണിൻ്റെ. കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. ഡ്രമ്മിലുള്ളതാണ്. ഇതൊക്കെ കിങ് ഓഫ് ചക്കാപ്പത്തിൻ്റെ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്. നമ്മൾ അടുത്തത് പോണത് നാംഡോക്ക്മായിയാണ്. നാംഡോക്ക്മായി പഴുപ്പ് കുറച്ച് ഓവറാണ്. എന്നാലും കുഴപ്പമില്ല. നാംഡോക്ക്മായി കാരണം അത് ഒന്നിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കിട്ടിയാൽ ഒന്നിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ്. ഇതൊരു രക്ഷയില്ലാത്ത മാങ്ങയാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം റിവ്യൂ ചെയ്താണ്. നാംഡോക്ക്മായി സൂപ്പർ മാങ്ങയാണ്. തീരെ ഫൈബർ ഇല്ലാത്തൊരു മാങ്ങയാണ്. വെണ്ണ പോലെ ഉണ്ടോ, തേൻ പോലെ ഒഴുകിപ്പോകുന്ന ഈ മാങ്ങൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മധുരത്തിൻ്റെ ഒരു തേനിൻ്റെ രുചിയാണ്. മത്താക്കുന്നൊരു രുചിയാണ് ഇതിൻ്റെ. രക്ഷയില്ലാത്തൊരു മാങ്ങയാണ് നാംഡോക്ക്മായി. ഏകദേശം 350-400 ഗ്രാം തൂക്കം കിട്ടും. എൻ്റെ കണക്കിൽ നമ്പർ 1 മാങ്ങയായിട്ടാണ് ഞാൻ ഇപ്പോഴും ഇതിനെ കണക്കാക്കുന്നത്. ഇതിനെ കവർ ചെയ്യാൻ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കഴിച്ചൊരു മാങ്ങ സെൻറ്ററിലാണ്. അതാണ് ഇപ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ മധുരം. അതേമാതിരി ലെമൺ സസ്റ്റ് മധുരത്തിൻ്റെ കാര്യത്തിൽ എന്നിട്ടും എനിക്ക് കൂടുതൽ ഇതിനോടാണ് ഇപ്പോഴും എൻ്റെ ഒരു മാങ്ങാപ്രേമി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതലും ഇതിനോട് തന്നെയാണ് ഇപ്പോഴും എൻ്റെ കമ്പം. നാംഡോക്ക്മായിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ബാഗിലുള്ള ഹെവി പ്ലാന്റുകളാണ് ഇതൊക്കെ. നാംഡോക്ക്മായി ആണ്. തൈ എന്ന് പറയാൻ പറ്റുള്ളതൊക്കെ ഒരു 1.5 മരമാണ് നാംഡോക്ക്മായിൻ്റെ.
ഫ്രൂട്ട്സ് കഴിഞ്ഞാണ്. ചെറുമലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് R2E2-ൻ്റെ മീഡിയം പ്ലാന്റ് ആണ്. R2E2 കൊട്ടൂർക്കോണത്തിൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കാലാപ്പാടിൻ്റെ ഒരു മീഡിയം പ്ലാന്റാണ്. കാലാപ്പാടി കാട്ടിമൂണിൻ്റെ മീഡിയം പ്ലാന്റാണ്. കാട്ടിമൂണിൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. ഇതുകൊണ്ടും നാംഡോക്കുമായിൻ്റെ ഒരു ഹെവി പ്ലാന്റാണ്. ഫുള്ള് ബ്ലൂം ചെയ്ത് കന്നിമാങ്ങായ പ്ലാന്റാണ് നാംഡോക്കുമായി കാട്ടിമൂണ്. കാട്ടിമൂണിൻ്റെ പ്ലാന്റുകളാണ്. ഇത് ബനാന മാംഗോൻ്റെ മീഡിയം പ്ലാന്റുകളാണ്. ബനാന മാംഗോ. ഇനിയുള്ളത് നമ്മുടെ പച്ചയിൽ മധുരമുള്ള മാങ്ങ. അതിൻ്റെ പേരിപ്പോൾ എന്തുവാണെങ്കിലും ഇവിടെ ക്യൂസാമറോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് സ്വീറ്റ് ഗ്രീൻ മാംഗോ എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ട്. തായ്ലൻഡിലാണെങ്കിൽ വേറെ എന്തോ ഒരു പേരിലാണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണ്. എനിക്ക് ഇത് പഴുത്ത തിന്നതിനെക്കാട്ടി ഇഷ്ടം പച്ചയിൽ തിന്നതാണ് ഇപ്പോഴും. അത് എന്നും ഞാൻ പറയാറുണ്ട്. ഇതാണ് സ്വീറ്റ് ഗ്രീൻ മാംഗോ അല്ലെങ്കിൽ ക്യൂസാമ്പ്രാഡ് മാംഗോ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാം. രക്ഷയില്ല, ഫൈബർ വളരെ കുറവാണ്. ഇതൊരു മത്ത് പിടിപ്പിക്കുന്ന മധുരമാണ്, വല്ലാത്തൊരു മധുരം. നമ്മൾ ഒരുപാട് മധുരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ക്യൂസാമ്പ്രാഡ് പച്ചയിൽ കുറച്ചൊരു ചെറിയൊരു പുളിയും മധുരം ഒക്കെ കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് എനിക്കതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും പഴുത്തതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം. വന്നവർക്കൊക്കെ പച്ചയിൽ ഒരു 60-70% മൂപ്പത്തിയൊരു മാങ്ങയാണ്. മീൻസ് 40-30% പുളി ഉണ്ടാവും. ഒരു 50-ൻ്റെ മേലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു മധുരം, അതിനൊരു ഫ്ലേവറും ഒക്കെ ഉണ്ട്. പച്ചയിൽ പഴുത്ത് കഴിഞ്ഞാൽ ഓവർ മധുരം, പാകിസ്ഥാൻ്റെ ചോസൊക്കെ തിന്നിട്ട് മത്താകണ പോലെ ഉള്ളൊരു മധുരമാണ് ക്യൂസാമ്പ്രാഡ്. ഇതൊക്കെ സ്വീറ്റ് ഗ്രീൻ മാംഗോൻ്റെ ഡ്രമ്മിലുള്ള പ്ലാന്റുകളാണ്. മൂവാണ്ടൻ്റെ ഒരു യമകണ്ഠം പ്ലാന്റാണ്. മൂവാണ്ടൻ്റെ ഹെവി പ്ലാന്റാണ്. നാംഡോക്കുമായി മുൻ അല്ലെങ്കിൽ നമ്മൾ ഗോലക് എന്നൊക്കെ അറിയപ്പെടുന്ന മാവാണ് നാംഡോക്കുമായി മുൻ. ഗ്രീൻ ഐവറി, ജൈൻ്റ് ഐവറി എന്നൊക്കെ പറയും. ക്യൂസാമ്പ്രാഡല്ല കേട്ടോ, ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. ഇത് ക്യൂസാമ്പ്രാഡ് മാങ്ങ, ക്യൂജായി ജൈൻ്റ് ഐവറി എന്നൊക്കെ പറയണ മാങ്ങയെന്ന് പറഞ്ഞിട്ട് ഒരാളൊരു വീഡിയോ കണ്ടിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, ഇത് ജൈൻ്റ് ഐവറി എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രീൻ ഐവറി, റെഡ് ഐവറിൻ്റെ സെയിം ഗ്രീൻ ഐവറി. നാംഡോക്കുമായിൻ്റെ ബാഗിലുള്ള ഹെവി പ്ലാന്റുകളാണ്. ഇത് വേറൊരു സെക്ഷനാണ്. അങ്ങനെ 100 കണക്കിന് മാവുകളാണ്. ഗോഡൗണിലൊന്നുമല്ല, ഒക്കെ ഇവിടെ വന്നാൽ തന്നെ കാണാം. ഇത് നമ്മുടെ സ്വീറ്റ് ഗ്രീൻ മാംഗോ അല്ലെങ്കിൽ ക്യൂസാമ്പ്രാഡ്. ആഫ്രിക്കൻ വലൻസിയാണ്. ടേസ്റ്റ് നോക്കിയോ, പുളി ഉണ്ടോ, മധുരം ഉണ്ടോ, പുളി ആയിട്ടുണ്ടോ, മധുരത്തിമൊക്കെ വന്നിട്ടുണ്ടോ.
മുറിച്ചിട്ട് പോലും കിട്ടണില്ല, അത്രയും ചള്ള. ഇനിയൊരു 4 മാസം കഴിയണത്. ആയിട്ടില്ല, ചള്ള. പച്ചയില് മധുരം ഉണ്ടോ പുളി ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. എൻ്റെ തൈകളൊക്കെ ഉണ്ട്. ശരി, നിങ്ങളുടെ സ്ഥലം എവിടെ പറഞ്ഞേ? എന്താ പേര്? എൻ്റെ പേര് സ്റ്റാലിൻ. സ്റ്റാലിൻ, തിരുവനന്തപുരം. പ്രോപ്പർ തിരുവനന്തപുരം, പാറശാല. ഓക്കെ. ചെറിയ പുളിയാണ്. ഇതാണ് കിനു എന്ന് പറയും. പാകിസ്ഥാന്റെ സന്തറ എൽഗ കിനു എന്നൊക്കെ പറഞ്ഞത് സാധനം. പൊളിച്ച അല്ലിയായിട്ട് നമ്മള് സാധാ ഓറഞ്ച് പോലെ തന്നെ. ചെറിയ പുളി ഉണ്ടെന്നുള്ളതേ. പുളി ശരിയാവും, അതൊന്ന് മെച്ചൂറാണ്. പ്ലാന്റുകൾ ഒന്ന് മെച്ചൂറായി കഴിഞ്ഞാൽ. നമ്മളെ നാദാപുരത്ത് നിന്ന് നമ്മളെ ഗാർഡന്. എന്താ പേരെന്താ പറയുക സാറേ? റഫീഖ്. എവിടെ? നാദാപുരം എവിടെ? പള്ളിക്കാട്. നാംഡോക്കുമായി ആണ്. എങ്ങനെയുണ്ട്? മധുരമായിട്ടുണ്ടോ? സൂപ്പറാണ്. നാംഡോക്കുമായിൻ്റെ ചെറിയ കായാണ് വേണ്ടില്ല. കാരണം നാംഡോക്കുമായി ഗോൾഡ് സാധാരണ ഇത്രയും വലിപ്പം വരും മാങ്ങ. എന്താണെന്ന് പറഞ്ഞില്ല. എന്ത് പേരെന്താ? പുത്തനത്താണിക്കാരാണ്. ഞങ്ങള് ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഗാർഡന് ജസ്റ്റ് കാണാനും. എന്താ ഈ ചങ്ങായി പറഞ്ഞൊക്കെ സത്യം തന്നെയാണോ? യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴേ പോയി. ഇതൊരു സംഭവം ഞങ്ങളെ ചെറുതാണെന്ന് വിചാരിച്ചത്. എല്ലാം ചെറുത് തന്നെയാണ്. നമ്മളൊരു സാധാ ഒരു നമ്മള് പ്രതീക്ഷ വന്നതിലും അത്ഭുതപ്പെട്ടു. ഇങ്ങനത്തെ സ്ഥലത്ത് ഞങ്ങളൊക്കെ നാഷണൽ ഹൈവേയിലാണ് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഈ കുഗ്രാമത്തിലാണ്. ഗ്രാമത്തിൽ ഇങ്ങനത്തെ വലിയൊരു സംരംഭം എന്ന് പറയുന്നത്. പേരെന്താ പറഞ്ഞു? ഞാൻ മജീദ്. എന്താ പരിപാടി? ഞാൻ ആലിയ ഇംഗ്ലീഷ് സ്കൂൾ പുത്തനത്താണി. ആലിയ ഇംഗ്ലീഷ് സ്കൂൾ. മജീദ് നാട്ടിൽ തന്നെയാണ്. അപ്പൊ ഏതായാലും സന്തോഷം വന്ന് കണ്ടതിൽ സന്തോഷം. പണിക്കാരൊക്കെ പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ഞാനിവിടെ ഇരിക്കാം ഏത് സമയം വേണമെങ്കിലും. നിങ്ങളൊന്ന് നേരിൽ പരിചയപ്പെടണം. കുറെ കാലമായി. എങ്ങനെയുണ്ട്? മാങ്ങന്റെ മറന്നുപോയി. സൂപ്പർ മാങ്ങ. മധുരണ്ടാ? ഇത് റോയൽ പുനാസ. അത് ചക്കരക്കുട്ടി നമ്മള് പേരിട്ടത് പറയാ. അല്ല, അത് റോയൽ പുനാസ എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കാണാം. റോയൽ പുനാസ. ഒന്നുകൂടെ പഴുക്കാം. ആന്ധ്രന്റെ ആണ്. നമ്മളെ നാംഡോക്കുമായി. പൊട്ടിച്ചോളി, അത് കുഴപ്പമില്ല. അത് ഒരു വാട്ടുണ്ട് അല്ലേ? ചള്ള് കാടിയതാ. ആയിട്ടില്ല. ഒന്ന് കഴിച്ചു നോക്കി. എന്തായാലും ആരുമില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കണത്തി കൊടുത്താളേ. നിങ്ങള് 4 ആളല്ലേ ഉള്ളൂ. ഫിസ്കി കൊടുക്കണ്ട, കഴിക്കട്ടെ. അതൊന്ന് വായ നനയാൻ കിട്ടണം. അപ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റ്. സാധാരണ നമ്മളൊരു മാങ്ങ ഇതാണ് കൊറേ ടൗസർ കുട്ടികള് ഫ്ലേവർ ഇല്ല, രുചി ഇല്ലാന്ന് പറഞ്ഞ ടൗസർ കുട്ടികളെ കണ്ടിക്കണങ്ങള്. ആ കുട്ടികള് രുചി ഇല്ലാന്ന് പറഞ്ഞത് മാങ്ങന്റെ അത് കുറച്ച് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ചപ്പിക്കുടിയ മാങ്ങ മാത്രമേ മാങ്ങ ഉള്ളൂ. ഇതൊക്കെ മാങ്ങല്ല. എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായത്തിൽ ഈ മാങ്ങ? തൊലി ഒഴിവാക്കിയിട്ടൊന്ന് കഴിക്കും. തൊലി കണ്ട് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. മധുരം മാത്രല്ല, നമുക്ക് അനുഭവിക്കാത്തൊരു വെറൈറ്റി ഉണ്ട്. അപ്പം ആദ്യമായിട്ട് തിന്നണവരാണ് നിങ്ങൾ ഈ മാങ്ങ. നാംഡോക്കുമായി. ഇതിന്റെ പേരാണ് നാംഡോക്കുമായി. ഇത് തായ്ലൻഡ്. കൂടുതൽ കൾട്ടിവേഷൻ ചെയ്യുന്നത് തായ്ലൻഡിലാണ്. നാംഡോക്കുമായി തായ്പത്തി ലൈം. നമ്മൾ തായ്ലൻഡ് ലൈം ആദ്യം ഉണ്ടായിരുന്നു. അതുപോലെ അല്ല ഇത് കുറച്ചൊരു. കാരണം അതിൻ്റെ ഫ്രൂട്ട്സ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഇപ്പോൾ കൊല്ലം ആദ്യമായിട്ട്. എല്ലാ ടൈമിലും പൂവായി പൂവായി, കായായി, ചെറിയ നാരങ്ങകളായി. അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കുന്ന, നിറച്ച് കായ പിടിക്കുന്ന ഒരു ചെടിയില്ല. ഫ്രൂട്ട് ലെമണില്ലാത്ത ഒരൊറ്റ ചെടി പോലും ഇല്ല. ഏത് ചെടിമ നോക്കിയാലും ലെമണാണ് ഫ്രൂട്ട്. കണ്ടില്ലേ? ഇത്രയും ചെറിയൊരു ടൈമിൽ നിറയെ ഫ്രൂട്ടുള്ള. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചൊരു 100 തൈകൾ കൊണ്ടുവന്നതായിരുന്നു. ഇനി അതിലൊരു കുറച്ചും കൂടെ ഉണ്ട്. ഒരു 10 നമ്മളത് സെയിൽ ചെയ്തിട്ടില്ല. കാരണം അതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. കാരണം അത് അതിൻ്റെ റിസൾട്ട് കായ്ക്കുമോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ 2 മാസം 3 മാസം കൊണ്ട് തന്നെ അത്രയും ഫ്ലവറായി.
അപ്പം നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഒരൊറ്റ ചെടിയില്ല ഇതിന്മേൽ ലെമൺ ഇല്ലാത്തത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ജാർവി റെഡിൻ്റെ നമ്മുടെ അടുത്തുള്ള ഹെവി പ്ലാന്റ്, ജാർവി റെഡിൻ്റെ ഹെവി പ്ലാന്റാണ്. അത്യാവശ്യം പ്ലാന്റുകൾ കഴിഞ്ഞു, ഇനി ഒരു 10-30 പ്ലാന്റും കൂടെ ബാക്കിയുള്ളൂ ജാർവി റെഡിൻ്റെ. അപ്പോൾ ഈ സീസണിലെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.